സ്കീമിൻ്റെ 2023 എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ്റെ ട്രയൽ ടെസ്റ്റിനായിട്ടുള്ള അഡ്മിഷൻ സ്ലിപ്പ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് 25-ാം തീയതിയാണ് ആ ഒരു ടെസ്റ്റ്, 11 മണി മുതൽ 1 മണി വരെ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അതായത് ഇതെല്ലാവർക്കും ഇല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വില്ലിങ്നെസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻട്രൻസ് കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ട്രയൽ ടെസ്റ്റിന് വില്ലിങ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ കൊടുത്തവർക്കാണ് ഈ ഒരു ട്രയൽ ടെസ്റ്റ് വന്നേക്കുന്നത്. അങ്ങനെ കൊടുത്തവർക്കും എല്ലാവർക്കും ഇല്ല. ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള ഒരു കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ആ സെലക്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആദ്യം അപ്ലൈ ചെയ്തവരിൽ നിന്ന് കുറച്ച് പേർക്ക് സെലക്ഷൻ വന്നേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എഴുതാൻ നിർബന്ധമുണ്ടോയെന്ന് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ അത് എൻട്രൻസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനിൽ അത് എഴുതിയില്ല എങ്കിൽ പ്രശ്നമായിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, കാരണം ഇത് എഴുതാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, എഴുതാത്തതിൽ വിഷമിക്കുന്ന കുറേ പേരെ കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി എഴുതി നോക്കാം. ഇപ്പോൾ CBT മോഡ് എക്സാം, ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള മിക്ക എക്സാമുകളും CBT മോഡാണ്. അപ്പോൾ അത് എഴുതിയവർക്ക് ചിലപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. പക്ഷെ അതൊന്ന് എഴുതി നോക്കുക, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് എഴുതുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ, ആ എഴുതേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. ഇനി അതല്ല, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും എഴുതാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് എഴുതി നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല എഞ്ചിനീയറിംഗ് കോളേജുകളും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അവസരമില്ലാത്തവർ ഇനിയിപ്പോൾ മറ്റു കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു പോയോന്ന് അറിയില്ല, നിങ്ങളൊന്ന് നോക്കുക. കുറേ കോളേജുകളുടെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും എഴുതാം. അപ്പോൾ അതും സെയിം ആണ്. ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പല എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്ന മോക്ക് ടെസ്റ്റും ഈ പറയുന്ന ട്രയൽ ടെസ്റ്റും ഏകദേശം സെയിം തന്നെയായിരിക്കും, സെയിം പാറ്റേണിലായിരിക്കും. സോ അതും ഇതിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവർക്ക് ആ രീതിയിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ വന്നില്ല, ഈ ട്രയൽ ടെസ്റ്റിൽ വന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാം എഴുതാതിരിക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അപ്ലൈ ചെയ്തേക്കുന്ന നമ്മുടെ ആ ഒരു എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ, ഫോട്ടോ സിഗ്നേച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തിരുത്തി കൊടുത്ത് എല്ലാവർക്കും തന്നെ എൻട്രൻസ് കമ്മീഷണർ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും എൻട്രൻസ് എക്സാം എഴുതാനും ഒക്കെ സാധിക്കും. അല്ലാതെ ഈ ഒരു ട്രയൽ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റായികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇതൊരു സിസ്റ്റം ഓക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിംഗ് ഇതൊക്കെ ഓക്കെ ആണെന്നൊക്കെ അറിയാനും നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവാനും വേണ്ടി മാത്രമാണ് ഈ ഒരു ട്രയൽ ടെസ്റ്റ് നടത്തുന്നത്. അല്ലാതെ മോക്ക് ടെസ്റ്റുകൾ, ഇപ്പോൾ നിങ്ങൾ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ ഉണ്ടാവും, എന്തായാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. പിന്നെ ഈ ട്രയൽ വന്നേക്കുന്ന എല്ലാവരും തന്നെ പോയി എഴുതാമെന്നുള്ളതാണ്. അത് പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് അറിയാതെ പോയി എഴുതാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ട്രയൽ വന്നേക്കുന്ന എക്സാം സെൻറ്റേഴ്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ വരിക, പക്ഷേ അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം എല്ലാ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ചില കോളേജുകൾ ഓഫർ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആ ഒരു ഡേറ്റും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, 25ഒക്കെയാണ് ചിലവരുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സെൻറ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടിട്ടാണ് ഈ ട്രയൽ ടെസ്റ്റ് എൻട്രൻസ് കമ്മീഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങളുടെ കുറച്ചും കൂടി അടുത്തായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ കോളേജുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ട്രയലിൽ അഡ്മിറ്റ് കാർഡിൽ വന്നേക്കുന്ന സെൻറ്റർ തന്നെ ആവണം നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമിന് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ശരിക്കുള്ള അഡ്മിറ്റ് കാർഡ്, അതുപോലെ ഈ അഡ്മിറ്റ് കാർഡ് ആയിരിക്കില്ല, നമുക്ക് ഒറിജിനൽ അഡ്മിറ്റ് കാർഡും അത് വേറെ എന്തായാലും എല്ലാവർക്കും തന്നെ വരും. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാമല്ലോ. എല്ലാവരും തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. വരാത്തവർ വിഷമിക്കേണ്ട. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളും മറ്റും ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.